അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം ത്വത്പദം ദർശനം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും സകലമാന മനുഷ്യർക്കും നമ്മുടെ പരബ്രഹ്മ ഔഷധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിപ്പം ഈ ചെല്ലിയ പദ്യത്തിൻ്റെ അർത്ഥത്തിൽ ഇങ്ങനെയാണ്: അഖണ്ഡമണ്ഡലാകാരം. അഖണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ മണ്ഡലാകാരം വ്യാപ്തം ഏന ചരാചരം, വ്യാപിച്ച് കിടക്കുന്ന ചരങ്ങളും അചരങ്ങളുമായിട്ട്, അതായത് ജീവനുള്ളവയും ജീവനില്ലാത്തതുമായിട്ടുള്ള അഖണ്ഡ മണ്ഡലാകാരം വ്യാപ്തം ഏന ചരാചരം ത്വത്പദം ദർശനം. അതിനെ നമുക്ക് ദർശനമാക്കി തന്നല്ലേ, നമുക്ക് മനസ്സിലാക്കി തരുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. അതാണ് നമ്മളിപ്പം പറഞ്ഞതിൻ്റെ ചെറിയ രീതിയുടെ അർത്ഥം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഇന്ന് നമ്മൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ദശവായുക്കളെ കുറിച്ച്. എന്താണ് ഈ ദശവായുക്കൾ? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന 10 വായുക്കളാണ്. ഈ വായുക്കളാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ആകാശവും വായുവും സമശ്രിതങ്ങൾ, മണ്ണും വെള്ളവും തങ്ങളിലും തഥൈവ, കായാഗ്നി രണ്ടിങ്കിലും ഉണ്ടുപാർത്താൽ, വ്യാമിസമ ഇവ 3 മൂർത്താൽ. അതായത് പിന്നെ ആകാശത്തിൽ എന്ന് പറഞ്ഞാൽ ആകാശവും വായുവും കൂടെ യോജിച്ച് കിടക്കുകയാണ്, സംയോജിച്ച് കിടക്കുകയാണ്. അത് ഈ മണ്ണും വെള്ളത്തിലും ഉണ്ട്, ഈ വായുവും ആകാശവും ചൂടും എല്ലാം. അങ്ങനെ ഈ പഞ്ചഭൂതങ്ങളിൽ വെച്ച് നിർമ്മിതമായിട്ടുള്ള ഈ ആകാശങ്ങളെ എല്ലാം കൂടെ സംഗ്രഹിച്ച് എടുക്കുന്ന ഒരു പ്രവണതയാണ് ഈ നമ്മുടെ ത്രിദോഷങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒത്തിരി പറഞ്ഞു, ഇങ്ങനെ 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും ഇതിന് കാര്യമാണ്. ഇപ്പം ദശവായുക്കളെ കുറിച്ച് പറയാം. എന്താണ് ഈ ദശവായുക്കൾ എന്ന് ചോദിച്ചാൽ അതിങ്ങനെയാണ്: ഈ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, പിന്നെ നാഗൻ, കൂർമൻ, കൃപലൻ, ദേവദത്തൻ, ധനഞ്ജയൻ. ഇങ്ങനെ ഈ 10 വായുക്കളെയും നമ്മുടെ ശരീരത്തിൽ കൂടെ പോകുന്നതാണ്. ഈ 10 വായുക്കളെയും നമുക്ക് നിയന്ത്രിക്കാൻ ഒത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന നല്ല രീതിയിലുള്ള എല്ലാ രോഗങ്ങൾക്കും ശമനം കിട്ടും. പക്ഷേ ഈ 10 വായുക്കളെ നിൽക്കുന്നത് നമ്മൾ 3 രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശത്തെ ഇല്ലാതാക്കണം. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം കൊണ്ടും പല ചിലന്തികളുടെയും മറ്റിൻ്റെയൊക്കെ ആക്രമണം കൊണ്ടും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ക്രിമികൾ, ഈ വിഷങ്ങളുണ്ടാകും. ആ വിഷത്തിനെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യണം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉദരം, കോഷ്ഠശുദ്ധി എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഉദരം ശരിയാക്കണം. അതിലിങ്ങനെ ആമാശയം, പപ്പാശം, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളെയും ക്ലിയർ ആക്കിയിട്ട് അത് കഴിഞ്ഞാൽ രക്തശുദ്ധിയാക്കണം. ഇത് 3 ശുദ്ധിയായി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ല പ്രതിരോധശേഷിയും കിട്ടും, നമുക്ക് നല്ല ആരോഗ്യവും കിട്ടും. അപ്പം ഇത് 3 ശുദ്ധിയാക്കിയതിന് ശേഷം നമ്മളിപ്പോൾ ഒരു മരുന്നുണ്ടാക്കി കഴിക്കാനുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നത്. ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വായുക്കളുടെ എന്തോന്നിനെന്ന് പറഞ്ഞാൽ 10 മരുന്ന്, മൊത്തം 15 മരുന്നാണ് ഇതിന് ഞാൻ പറഞ്ഞു തരുന്നത്. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞ ഈ ദശപുഷ്പം എന്നത്: പൂവാങ്കുറുന്നൽ, മുയൽ ചെവിയൻ, കറുക, കയ്യോന്നി, നിലപ്പന, വിഷ്ണുക്രാന്തി, തിരുതാളി, ഉഴിഞ്ഞ, മുക്കൂറ്റി, ചെറുപൂള. ഈ 10 മരുന്നും, പിന്നെ ത്രിഫല, കടുക്ക, നെല്ലിക്ക, താന്നിക്ക. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇരട്ടി മധുരം, പിന്നെ സോമനാധികായം. ഈ സോമനാധികായം എന്ന് പറഞ്ഞാൽ ഇച്ചിരി സമ്പത്ത് ഒത്തിരി കൂടുതൽ, അതിൻ്റെ 50,000 രൂപയുടെ അടുത്ത് കിലോയ്ക്ക് വില വരുന്നതാണ്. അപ്പം ഇത് എല്ലാം തുല്യമായിട്ട് എടുക്കണം. അത് ഈ ദശപുഷ്പം ഇടിച്ചു പിഴിഞ്ഞ നീരിനകത്ത്, പിന്നെ ഈ ദശപുഷ്പം തന്നെ കഴുകി ഉണക്കി പൊടിച്ച് ആ പൊടിയും ഈ പറഞ്ഞ ഇരട്ടി മധുരവും ത്രിഫലയും എല്ലാം കൂടെ ഉണക്കി പൊടിച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിനുള്ള സോമനാധികായവും അതൊന്നും ചെയ്യേണ്ട, അതിൻ്റെ കൂടെ തന്നെ ഇട്ട് ഞെരടി ചേർത്താൽ മതി. ഇങ്ങനെ ചേർക്കുന്ന ഈ സാധനമാണ് ഞാൻ ഈ പറഞ്ഞ സാധനം, ഈ മരുന്ന് നമ്മൾ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് ഒരുമായപ്പെട്ട രോഗങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് തന്നില്ല. ഈ പറഞ്ഞ 10 വായുക്കളെയും നമ്മൾക്ക് സമസ്ത സ്ഥിതിയിൽ നിലനിർത്തുവാനും വെക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചം നിലനിൽക്കുന്നത് വായു സമസ്ത സ്ഥിതി. പ്രപഞ്ചത്തിൽ എപ്പം വായു കോപിച്ചു അപ്പം നമുക്ക് നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും സ്ഥാനചലനം ഉണ്ടാകും. അത് നമ്മളിപ്പോൾ അടുത്തിടെ തന്നെ കണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് കണക്കുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ നമുക്ക് രോഗങ്ങളിൽ നിന്നുമൊക്കെ വിമുക്തി നേടി വരാം. അതിനാൽ നിങ്ങളെല്ലാവരും ഇത് ചെയ്യുമാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമസ്കാരവും നന്ദിയും നേർന്നുകൊള്ളുന്നു.